പഠിക്കുന്നവരായിക്കോട്ടെ, 10th ലെവൽ ആയിക്കോട്ടെ, +2 ലെവൽ ആയിക്കോട്ടെ, ഡിഗ്രി ലെവൽ ആയിക്കോട്ടെ, നിങ്ങളുടെ സിലബസിലെ ഓരോ ടോപ്പിക്സിൽ നിന്നുകൊണ്ട് തന്നെ തയ്യാറാക്കിയ ഈ ടോപ്പിക് എക്സാം ബുക്കിലെ ഓരോ ക്വസ്റ്റ്യൻസും വർക്ക്ഔട്ട് ചെയ്യുന്നതിലൂടെ സർക്കാർ ജോലി ഇനി നിങ്ങളെ തേടിയെത്തും. PSCയുടെ അതേ നിലവാരത്തിലുള്ള സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിയ ഈ ടോപ്പിക് എക്സാം ബുക്ക് ഓർഡർ ചെയ്യാൻ ഇപ്പോൾ തന്നെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യും. അപ്പോൾ ഇനി PSCയുടെ ട്രെൻഡ് അറിഞ്ഞ് പഠിക്കാം. ഹായ് ഫ്രണ്ട്സ്, അപ്പൊ നമ്മുടെ ടോപ്പിക് എക്സാം ബുക്ക് 10 ക്വസ്റ്റ്യൻ സീരീസിന്റെ 6ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് കെമിസ്ട്രിയാണ്. കെമിസ്ട്രിയിലെ തന്നെ വാതക നിയമങ്ങൾ അല്ലെങ്കിൽ ഗ്യാസസ് ലോ എന്ന് പറയുന്ന ടോപ്പിക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പൊ അതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വീർപ്പിച്ച ഒരു ബലൂൺ വെള്ളത്തിന് അടിയിലേക്ക് താഴ്ത്തുമ്പോൾ അതിന്റെ വലുപ്പം കുറയുന്നു. ഇത് താഴെ തന്നിരിക്കുന്ന ഏത് നിയമവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ എ ചാൾസ് നിയമം, ഓപ്ഷൻ ബി പാസ്കൽ നിയമം, ഓപ്ഷൻ സി ബോയിൽ നിയമം, ഓപ്ഷൻ ഡി അവഗാഡ്രോ നിയമം. ഓക്കെ, അതായത് വീർപ്പിച്ച ഒരു ബലൂൺ വെള്ളത്തിന് അടിയിലേക്ക് താഴ്ത്തുമ്പോൾ അതിന്റെ വലുപ്പം കുറയുന്നു. അതായത് നമ്മൾ പഠിച്ചിട്ടുണ്ട് വെള്ളത്തിനടിയിൽ എന്താണ്, പ്രഷർ കൂടുതലാണ് അല്ലെ. പ്രഷർ കൂടുമ്പോൾ നമ്മൾ പഠിച്ചത് എന്താണ്, വ്യാപ്തം കുറയും അല്ലെ. വ്യാപ്തം കുറയുന്നത് കൊണ്ടാണ് അവിടെ വീർപ്പിച്ച ബലൂണ് വെള്ളത്തിന്റെ അടിയിലേക്ക് താഴ്ത്തുമ്പോൾ അതിന്റെ വലുപ്പം കുറയാൻ കാരണം. അപ്പൊ ഈ ഒരു ലോയുമായി ബന്ധപ്പെട്ട്, അതായത് നമ്മുടെ ബലൂണിന് പ്രഷർ എന്ന് പറയുന്നത് എന്തിന് പ്രൊപ്പോർഷണൽ ആണ്? പ്രഷർ ഈസ് പ്രൊപ്പോർഷണൽ ടു 1/v എന്നാണ് നമ്മൾ പറയാ അല്ലെ. അതായത് പ്രഷർ കൂടുന്നതിനനുസരിച്ച് വോളിയം കുറയും അല്ലെ. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ് പ്രഷറും വോളിയം. ഈ ഒരു ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന നിയമം ഏതാണ്, അല്ലെങ്കിൽ ഗ്യാസ് ലോ ഏതാണ്? ബോയിൽ നിയമമാണ് അല്ലെ. ഇത് വേറൊരു രീതിയിലും പറയാറുണ്ട്. എങ്ങനെയാണ്? അതായത് വെള്ളത്തിന്റെ കുമിളകള് മുകളിലോട്ട് പോകും തോറും വലുതാകുന്നു എന്ന് പറയും. അതെന്തുകൊണ്ടാണ്? താഴെ അടിയിൽ നല്ല പ്രഷർ ആയിരിക്കും, അപ്പൊ വലുപ്പം കുറവായിരിക്കും ബബിൾസിന്റെ. മുകളിലോട്ട് പോകുമ്പോൾ പ്രഷർ കുറയും, അപ്പൊ ആ ബബിൾസിന്റെ വോളിയം കൂടും. അപ്പൊ അതുകൊണ്ട് തന്നെ ബോയിൽ നിയമം പ്രകാരം P is proportional to 1/v, അതായത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയതുകൊണ്ട് തന്നെ ഇവിടെ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഗ്യാസ് ലോ ഏതാണ്? ഓപ്ഷൻ സി ബോയിൽ നിയമമാണ് അല്ലെ. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. താഴെ തന്നിരിക്കുന്ന സാഹചര്യങ്ങൾ വിശകലനം ചെയ്ത് ഏത് വാതക നിയമവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് വിശദീകരിക്കുക. വായു നിറച്ച ബലൂൺ വെയിലത്ത് വെക്കുമ്പോൾ പൊട്ടുന്നു. അപ്പൊ അതായത് താഴെ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അതായത് വായു നിറച്ച ബലൂൺ വെയിലത്ത് വെക്കുമ്പോൾ പൊട്ടുന്നു എന്നുള്ള ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. നമ്മൾ കാണുന്ന സിറ്റുവേഷൻ ആണ്. അതായത് മുറ്റത്തൊക്കെ വെച്ചൊരു ബലൂൺ ഉണ്ടെങ്കിൽ അത് കുറച്ച് കഴിയുമ്പോൾ പെട്ടെന്ന് അത് പൊട്ടി പോകുന്നത് കാണും. അതെന്തുകൊണ്ടാണ്? ഏത് നിയമവുമായി ബന്ധപ്പെട്ടാണ്, ഏത് വാതക നിയമവുമായി ബന്ധപ്പെട്ടാണ് എന്നാണ് നിങ്ങളോട് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ ബോയിൽ നിയമം, ഓപ്ഷൻ ബി അവഗാഡ്രോ നിയമം, ഓപ്ഷൻ സി ചാൾസ് നിയമം, ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല. ഏത് നിയമവുമായി ബന്ധപ്പെട്ടാണ് വായു നിറച്ച ബലൂൺ വെയിലത്ത് വെക്കുമ്പോൾ പൊട്ടുന്നത്? എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, അതായത് വെയിലത്ത് എന്ന് പറയുമ്പോൾ ടെമ്പറേച്ചർ കൂടുതലാണ് അല്ലെ. T അതായത് ടെമ്പറേച്ചർ ഈസ് പ്രൊപ്പോർഷണൽ ടു വോളിയം, അതായത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു V, അതായത് താപം കൂടുമ്പോൾ അല്ലെങ്കിൽ ടെമ്പറേച്ചർ കൂടുമ്പോൾ വോളിയം കൂടും. ഇത് ഏത് നിയമവുമായി ബന്ധപ്പെട്ടതാണ്? ഓപ്ഷൻ സി ചാൾസ് നിയമവുമായി ബന്ധപ്പെട്ടതാണ്. അതായത് ഒരു വസ്തുവിന്റെ താപം കൂടുമ്പോൾ അതിന്റെ എന്ത് ചെയ്യും, വോളിയം കൂടും അല്ലെ. അപ്പൊ ഇവിടെ വെയിലത്ത് വെക്കുമ്പോൾ ബലൂണിന് എന്ത് ചെയ്യും, ടെമ്പറേച്ചർ കൂടും. ടെമ്പറേച്ചർ കൂടുമ്പോൾ അതിന്റെ ഉള്ളിലുള്ള ഗ്യാസസിന് താപം കൂടുമ്പോൾ അതിന് ഊർജ്ജം കൂടും. ഊർജ്ജം കൂടുമ്പോൾ എന്ത് ചെയ്യും, വോളിയം കൂടാൻ തുടങ്ങും അല്ലെ, വികസിക്കാൻ വേണ്ടി തുടങ്ങും. അപ്പൊ ഓപ്ഷൻ സി ചാൾസ് നിയമമാണ് ഇവിടെ ശരിയായ ആൻസർ എന്ന് പറയുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. വാതക തന്മാത്രകളുടെ പ്രത്യേകതകൾ ശരിയായവയേവം. 4 വാതക തന്മാത്രകളുടെ പ്രത്യേകതകൾ കൊടുത്തിട്ടുണ്ട്, ഫീച്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ ശരിയായത് ഏതാ എന്നാണ് നിങ്ങളോട് ചോദിച്ചിട്ടുള്ളത്. ഒന്നാമത്തേത് നോക്കൂ. വാതക തന്മാത്രകളുടെ ഊർജം വളരെ കൂടുതൽ അല്ലെ. വാതക തന്മാത്രകളുടെ ഊർജ്ജം വളരെ കൂടുതലാണ് അല്ലെ. അതെന്ത് ചെയ്യും, ഭയങ്കര എനർജിയാണ് എന്ത് വാതക തന്മാത്രകളുടെ ഊർജ്ജത്തിന് എന്ന് പറയും. അപ്പൊ അത് ശരിയായ പ്രസ്താവനയാണ്. അടുത്ത നോക്കൂ. തന്മാത്രകൾ തമ്മിലുള്ള അകലം വളരെ കൂടുതൽ. അതും ശരിയാണ്. വാതക തന്മാത്രകൾ തമ്മിലുള്ള അകലം എന്തായിരിക്കും, വളരെയധികം കൂടുതലായിരിക്കും. അപ്പൊ ആ ഒരു പ്രസ്താവനയും ശരിയാണ്. അതൊക്കെ വാതക തന്മാത്രകളുടെ പ്രത്യേകതകൾ തന്നെയാണ്. ഇനി മൂന്നാമത് നോക്കൂ. തന്മാത്രകളുടെ ചലന സ്വാതന്ത്ര്യം വളരെ കൂടുതൽ. ശരിയാണ് അല്ലെ. അകലം കൂടുന്നതിനനുസരിച്ച് ചലന സ്വാതന്ത്ര്യം എന്തായാലും കൂടും. അപ്പൊ തന്മാത്രകളുടെ ചലന സ്വാതന്ത്ര്യവും കൂടുതലാണ്. അപ്പൊ ഇതും ശരിയായ പ്രസ്താവനയാണ്. ഇനി 4ാമത്തെ പ്രസ്താവന നോക്കൂ. തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലം വളരെ കുറവ്.
തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലം വളരെ കുറവ്. അതും ശരിയല്ലേ? തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലം അതായത് തന്മാത്രകൾ തമ്മിൽ വളരെ അകലെ ആയതുകൊണ്ട് തന്നെ തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലവും വളരെ കുറവായിരിക്കും. അപ്പൊ ഈ 4 പ്രസ്താവനകളും ശരിയാണ്. അപ്പൊ നമ്മുടെ ആൻസർ ഏതാ വരിക? ഓപ്ഷൻ സി എല്ലാം ശരിയാണ്. ഓക്കെ, ഓപ്ഷൻ സി എല്ലാം ശരിയാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ. ഹൈഡ്രജൻ, ഓക്സിജൻ എന്നിവർക്ക് പേര് നൽകിയതാര്? അതായത് ഹൈഡ്രജൻ, ഓക്സിജൻ എന്നീ വാതകങ്ങൾക്ക് പേര് നൽകിയ ശാസ്ത്രജ്ഞനാര് എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ലാവോഷിയ, ഓപ്ഷൻ ബി ചാൾസ്, ഓപ്ഷൻ സി ന്യൂട്ടൺ, ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല. ആരാണ് ഹൈഡ്രജൻ, ഓക്സിജൻ എന്നീ വാതകങ്ങൾക്ക് ആ പേര് നൽകിയത് എന്നാണ് നമ്മുടെ ചോദ്യം. ഏതാണ് ഉത്തരം വരിക? ഓപ്ഷൻ എ ലാവോഷിയ അല്ലെ. കൂടുതൽ വാതകങ്ങൾക്ക് പേര് നൽകിയത് ആര് തന്നെയാണ്? ലാവോഷിയ തന്നെയാണ്. അപ്പൊ ഓപ്ഷൻ എ ലാവോഷിയാണ് എന്ത് ചെയ്യുന്നത്? ആധുനിക കെമിസ്ട്രിയുടെ പിതാവ് എന്നൊക്കെ അറിയപ്പെടുന്നു. ലാവോഷിയാണ് എന്ത് ചെയ്തത്? നമ്മുടെ ഹൈഡ്രജൻ, ഓക്സിജൻ എന്നിവർക്ക് പേര് നൽകിയിട്ടുള്ളത്. അപ്പൊ അത് മനസ്സിലായല്ലോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ഓക്സിജന് നിറമില്ല, എന്നാൽ ദ്രവ ഓക്സിജന്റെ നിറം എന്ത്? അതായത് ദ്രാവക ഓക്സിജൻ അല്ലെങ്കിൽ ലിക്വിഡ് ഓക്സിജൻ എന്നൊക്കെ പറയുന്ന ദ്രവ ഓക്സിജന്റെ നിറം. ഓക്സിജൻ ഗ്യാസിന് നിറമില്ല. ഓക്കെ, അത് കളർലെസ് ആണ്, അതിന് നിറമില്ല. പക്ഷെ ദ്രാവക ഓക്സിജൻ അല്ലെങ്കിൽ ലിക്വിഡ് ഓക്സിജന് നിറമുണ്ട്. ഏത് നിറമാണ് അതിനുള്ളത് എന്നാണ് നമ്മൾ ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ നീല, ഓപ്ഷൻ ബി ചുവപ്പ്, ഓപ്ഷൻ സി വെള്ള, ഓപ്ഷൻ ഡി നിറമില്ല. ഏതാണ് ലിക്വിഡ് ഓക്സിജന്റെ നിറം? എന്താ? ഓപ്ഷൻ എ നീലയാണ് ലിക്വിഡ് ഓക്സിജന്റെ നിറം. ഓക്കെ അല്ലേ? ഓപ്ഷൻ എ നീലയാണ് ലിക്വിഡ് ഓക്സിജന്റെ നിറമായിട്ട് വരുന്നത്. ഗ്യാസിന് നിറമില്ല. ഓക്സിജൻ ഗ്യാസ് കളർലെസ് ആണ്. പക്ഷെ ലിക്വിഡ് ഓക്സിജൻ അല്ലെ, അതായത് ദ്രാവക ഓക്സിജൻ, ദ്രവ ഓക്സിജൻ എന്നൊക്കെ പറയുന്ന ഓക്സിജൻ എന്തുണ്ട്? നിറമുണ്ട്. നിറം ഏതാണ്? നീല കളറാണ്. ഓപ്ഷൻ എ നീലയാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. നൈട്രജൻ വാതകം കണ്ടുപിടിച്ചതാണ്? നൈട്രജൻ കണ്ടുപിടിച്ചത് ആര്? ഓപ്ഷൻ എ ഡാനിയൽ റൂദർഫോർഡ്, ഓപ്ഷൻ ബി ലാവോഷിയ, ഓപ്ഷൻ സി ജോസഫ് പ്രീസ്ലി, ഓപ്ഷൻ ഡി 3 പേരും. ഓക്കെ, ഹൈഡ്രജൻ വാതകം ആരാണ് കണ്ടുപിടിച്ചത്? ഓപ്ഷൻ എ ഡാനിയൽ റൂദർഫോർഡ്. ഓക്കെ, വേറെ റൂദർഫോർഡും കൂടി നമ്മൾ പഠിച്ചിട്ടുണ്ട്. പക്ഷെ ഇതല്ല കേട്ടോ, രണ്ടാണ്. ഡാനിയൽ റൂദർഫോർഡും ഉണ്ട്. നമ്മുടെ ആറ്റവുമായി ബന്ധപ്പെട്ട റൂദർഫോർഡ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ രണ്ടാളാണ്. നൈട്രജൻ കണ്ടുപിടിച്ചത് ഡാനിയൽ റൂദർഫോർഡ് ആണ്. ഓക്കെ അല്ലെ? ഇനി അടുത്തത്, കാർബൺ ഡൈ ഓക്സൈഡ് കണ്ടെത്തിയത് ആരാണ്? ഓപ്ഷൻ എ ജോസഫ് ബ്ലാക്ക്, ഓപ്ഷൻ ബി ജോസഫ് പ്രീസ്റ്റി, ഓപ്ഷൻ സി റൂദർഫോർഡ്, ഓപ്ഷൻ ഡി ഇവരൊന്നുമല്ല. ആരാണ് കാർബൺ ഡൈ ഓക്സൈഡ് എന്ന വാതകം കണ്ടെത്തിയത്? ആരാണ്? ഓപ്ഷൻ എ ജോസഫ് ബ്ലാക്ക് ആണ് കാർബൺ ഡൈ ഓക്സൈഡ് എന്ന വാതകം കണ്ടെത്തിയത്. ഓക്കെ അല്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. പ്രകാശ സംശ്ലേഷണത്തിലൂടെ സസ്യങ്ങൾ പുറത്തുവിടുന്നത് എന്താണ്? അതായത് പ്രകാശ സംശ്ലേഷണത്തിലൂടെ സസ്യങ്ങൾ പുറത്തുവിടുന്ന വാതകം ഏത് എന്നാണ് നമ്മൾ ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ ഓക്സിജൻ, ഓപ്ഷൻ ബി നൈട്രജൻ, ഓപ്ഷൻ സി ഹൈഡ്രജൻ, ഓപ്ഷൻ ഡി കാർബൺ ഡൈ ഓക്സൈഡ്. ഓക്കെ, പ്രകാശ സംശ്ലേഷണത്തിലൂടെ സസ്യങ്ങൾ പുറത്തുവിടുന്ന വാതകം ഏതാണ്? പ്രകാശ സംശ്ലേഷണത്തിലൂടെ സസ്യങ്ങൾ പുറത്തുവിടുന്ന വാതകം ഓക്സിജൻ ആണോ, നൈട്രജൻ ആണോ, ഹൈഡ്രജൻ ആണോ, കാർബൺ ഡൈ ഓക്സൈഡ് ആണോ? എന്തായാലും എല്ലാവർക്കും അറിയുന്ന ക്വസ്റ്റ്യൻ ആണ് അല്ലെ. ഏതാണ്? ഓപ്ഷൻ എ ഓക്സിജൻ ആണ്. അതുകൊണ്ടാണ് നമുക്ക് ശ്വസിക്കാൻ പറ്റുന്നതും അല്ലെ. ഓപ്ഷൻ എ ഓക്സിജൻ ആണ് പ്രകാശ സംശ്ലേഷണത്തിലൂടെ സസ്യങ്ങൾ പുറത്തുവിടുന്ന വാതകം. അതിലൊരു സംശയമില്ലായിരുന്നു. പക്ഷേ അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. സസ്യങ്ങളിൽ രാത്രികാലത്ത് പുറത്തുവിടുന്ന വാതകം ഏതാണ്? ഓപ്ഷൻ എ ഹൈഡ്രജൻ, ഓപ്ഷൻ ബി ഓക്സിജൻ, ഓപ്ഷൻ സി കാർബൺ ഡൈ ഓക്സൈഡ്, ഓപ്ഷൻ ഡി എല്ലാം ശരി. ഏതാണ് സസ്യങ്ങൾ രാത്രികാലത്ത് പുറത്തുവിടുന്ന വാതകം? ഇവിടെ ഒരു കൺഫ്യൂഷൻ ചിലർക്കെങ്കിലും വരാൻ ചാൻസ് ഉണ്ട്. കാരണം പ്രകാശ സംശ്ലേഷണമായി പുറത്തുവിടുന്ന വാതകം ഓക്സിജൻ ആണെങ്കിലും അവർ രാത്രികാലങ്ങളിൽ പ്രകാശ സംശ്ലേഷണം നടത്താറില്ല. കാരണം എന്താ? പ്രകാശ സംശ്ലേഷണം നടത്താൻ ആവശ്യമായ ഒരു ഘടകമാണ് ഇത് സൂര്യപ്രകാശം. അത് രാത്രികാലങ്ങളിൽ അവർക്ക് കിട്ടില്ല. അപ്പൊ പ്രകാശ സംശ്ലേഷണം രാത്രിയിൽ നടക്കില്ല, പകലിൽ മാത്രമേ നടക്കൂ. രാത്രിയിൽ അവരിൽ നടക്കുന്നത് ശ്വസനം തന്നെയാണ്. നമ്മളെ പോലെ അവർ ശ്വസിക്കുന്നുണ്ട്. നമ്മൾ ശ്വസിക്കുമ്പോൾ ഏത് വാതകമാണോ ഉപയോഗിക്കുന്നത് അത് തന്നെയാണ് അവർ ഉപയോഗിക്കുന്നത്. പുറത്തുവിടുന്നത് ഏത് വാതകമാണോ അത് തന്നെയാണ് അവരും പുറത്തുവിടുന്നത് ആ പ്രക്രിയ പ്രകാരം. അപ്പം ഇവിടെ ചോദിച്ചത് സസ്യങ്ങളിൽ രാത്രികാലത്ത് പുറത്തുവിടുന്ന വാതകം ഏത് എന്നാണ്. അതേതാണ്? നമ്മൾ പുറത്തുവിടുന്ന വാതകം തന്നെ, ഓപ്ഷൻ സി കാർബൺ ഡൈ ഓക്സൈഡ് തന്നെ. അതല്ലാതെ പ്രകാശ സംശ്ലേഷണം എന്ന് എടുത്ത് ചോദിച്ചാൽ മാത്രം അവിടെ നിങ്ങൾ എന്ത് ചെയ്താ പുറത്തുവിടുന്ന വാതകം ഓക്സിജൻ. ഓക്കെ, അപ്പൊ അത് മാറിപ്പോകരുത്. ഓക്കെ, ഇവിടെ രാത്രികാലത്ത് അവര് ഉപയോഗിക്കുന്ന വാതകം ഓക്സിജനും പുറത്തുവിടുന്നത് കാർബൺ ഡൈ ഓക്സൈഡുമാണ്. ഓക്കെ, മാറിപ്പോകരുത് കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ചിരിപ്പിക്കുന്ന വാതകം എന്നറിയപ്പെടുന്നത് ഏതാണ്? ഓപ്ഷൻ എ നൈട്രസ് ഓക്സൈഡ്, ഓപ്ഷൻ ബി കാർബൺ ഡൈ ഓക്സൈഡ്, ഓപ്ഷൻ സി ഹൈഡ്രജൻ, ഓപ്ഷൻ ഡി ഓക്സിജൻ. ചിരിപ്പിക്കുന്ന വാതകം, ഓക്കെ, ലോഫിംഗ് ഗ്യാസ് എന്നൊക്കെ പറയില്ലേ നമ്മള്, ലോഫിംഗ് ഗ്യാസ് എന്നറിയപ്പെടുന്ന വാതകം ഏതാണ്? ചിരിപ്പിക്കുന്ന വാതകം എന്നറിയപ്പെടുന്ന വാതകം ഏതാണ്? ഓപ്ഷൻ എ നൈട്രസ് ഓക്സൈഡ്, ഓപ്ഷൻ ബി കാർബൺ ഡൈ ഓക്സൈഡ്, ഓപ്ഷൻ സി ഹൈഡ്രജൻ, ഓപ്ഷൻ ഡി ഓക്സിജൻ. ഏതാണ്? ഓപ്ഷൻ എ നൈട്രസ് ഓക്സൈഡ് ആണ് ചിരിപ്പിക്കുന്ന വാതകം എന്ന പേരിൽ അറിയപ്പെടുന്ന വാതകം. ഓക്കെ, വേറൊരു സംഭവം നൈട്രിക് ഓക്സൈഡ് കേട്ടിട്ടുണ്ടോ? അത് ഇടിമിന്നൽ ഉണ്ടാകുമ്പോൾ അന്തരീക്ഷത്തിൽ ഉണ്ടാകുന്ന ഒരു
വാതകമാണ് എന്ത് നൈട്രിക് ഓക്സൈഡ് എന്നറിയപ്പെടുന്നത്. വാതകമല്ല, എന്താണ് ഒരു സംയുക്തം അല്ലെ, അതായത് നൈട്രജനും ഓക്സിജനും കൂടി റിയാക്ഷൻ ഉണ്ടായിട്ടാണ് എന്ത് ചെയ്യുന്നത് നൈട്രിക് ഓക്സൈഡ് എന്ന് പറയുന്ന ഉണ്ടാകുന്നത്. അപ്പൊ അത് ഇടിമിന്നൽ ഉണ്ടാകുന്ന സമയത്ത് ഉണ്ടാകുന്നതാണ്. ചിരിപ്പിക്കുന്ന വാതകം എന്നറിയപ്പെടുന്നത് എന്താണ് നൈട്രസ് ഓക്സൈഡ് ആണ്. ഓക്കെ അല്ലേ? അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇത്തരത്തിലുള്ള റയർ ആയിട്ടും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിന്റെ വീഡിയോസ് നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ എന്ത് ചെയ്യുക, 11 സൊല്യൂഷൻസ് എന്ന യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ അല്ലേ?